132 സങ്കീർത്തനം 8-ാമത്തെ വാക്യം. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ വിശ്രാമത്തിലേക്ക്. പഴയ നിയമത്തിലെ പെട്ടകത്തിന്റെ പേരാണ് ബലത്തിന്റെ പെട്ടകം. ഒന്ന് പറഞ്ഞേ, എന്തൊരു പെട്ടകം? ബലത്തിന്റെ പെട്ടകം. ദൈവത്തിന് സ്തോത്രം. ആ പെട്ടകം ന്യൂ ടെസ്റ്റ്മെന്റിൽ ക്രിസ്തുവിനെ കാണിക്കുക. ഒരാമ്യം വരുന്നില്ല. ഈ പെട്ടകത്തിനകത്ത് 3 കാര്യമുണ്ട് ബൈബിളും പ്രകാരം. അമ്മ എന്തൊക്കെയാണെന്നറിയാം? 1, നിയമത്തിൻ്റെ 10 കൽപ്പലകൾ എഴുതിയ 2 കൽപ്പലക. 2, അമ്മ അഹരോന്റെ തളിർത്ത വടി. 3, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ സ്തോത്രം ഇരിപ്പിൻ്റെ ലെവലൊന്നും ഞാൻ പറയുന്നില്ല. കൽപ്പന പ്രകാരം നീ ജീവിച്ചാൽ അഹരോന്റെ വടി തളുത്ത പോലെ നീ തളിർക്കും. അങ്ങനെ തളിർത്ത് കഴിഞ്ഞാൽ മന്ന പൊഴിയുന്ന പോലെ നിനക്ക് അനുഗ്രഹങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ 3 വെളിപ്പാട് ഇതിനകത്ത് പറയാനുണ്ട്. ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. ഈ പെട്ടകം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. എത്ര പേരാമയും പറയും? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആത്മീക യുദ്ധവും അക്ഷരിക യുദ്ധവും 2. സ്തോത്രം. ഞാനും അനിൽ പാസ്റ്ററും കൂടെ അടിയുണ്ടായി. ഉണ്ടാകത്തില്ല കേട്ടോ, കരോട്ട ഉണ്ടായി. ഞാൻ അങ്ങോട്ടടിച്ചു, പുള്ളി ഇങ്ങോട്ടടിച്ചു. 45 മിനിറ്റ് അടി നീണ്ടു നിന്നു. ഒന്നീ ഞാൻ ജയിക്കും, അല്ലേ അനിൽ പാസ്റ്റർ. 2 പേരും കൂടെ ജയിക്കത്തില്ല. ഇനി പാസ്റ്റർ എന്നോട് ഉത്തരം പറയണം. നമ്മൾ നമ്മെ അടിവെച്ചു, പാസ്റ്റർ ജയിച്ചു, ഞാൻ തോറ്റു. സന്തോഷമാവട്ടെ. അല്ല, ഞാൻ ജയിച്ചു, പാസ്റ്റർ തോറ്റു. ആര് ജയിച്ചാലും തോറ്റാലും ഈ അടിയിൽ 2 പേരും ക്ഷീണിക്കത്തില്ലയോ? എന്നാൽ ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം തരാം. യുദ്ധം ചെയ്യും തോറും ബലം കൂടത്തേ ഉള്ളൂ. പിടികിട്ടിയോ? ബൈബിളും പ്രകാരം ഒരുവനിൽ ആത്മീയ യുദ്ധം സംഭവിച്ചാൽ നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കി തളർന്ന് കട്ടിലേക്ക് കയറി കിടക്കുവല്ല. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത നിന്റെ ബലം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം എടുത്തേ. 2 ശമൂവേൽ chapter 3 verse 1. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ചെല്ലു പറയും, എൻ്റെ പാസ്റ്ററെ അവിടെ താമസിക്കാൻ വന്നപ്പം മുതൽ പോരാട്ടമാണ്. അവൻ നിന്നോട് നിന്ന് പോരാടുക. ബൈബിൾ ഭാഷ. നിന്റെ ബലം കൂട്ടാൻ അവനെ ഓടിക്കാതിരിക്കുന്നു. മിണ്ടുന്നില്ല. യുദ്ധം ചെയ്യുന്നവരോട് ഞാൻ പറയാം, വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, ബലം കുറയുവല്ല, ബലം വർദ്ധിക്കുക. ഇവിടെ അക്ഷരിക യുദ്ധം ഞാനും പാസ്റ്റർ അനിലും തമ്മിൽ ജഡത്തിൽ അടിച്ചാൽ പുള്ളിയും ക്ഷീണിക്കും, ഞാനും ക്ഷീണിക്കും, ഞങ്ങളിൽ ഒരാൾ ജയിക്കും. പക്ഷെ ആത്മയുദ്ധം അങ്ങനല്ല. നിന്നെ നശിപ്പിക്കാൻ ഒരുത്തൻ എഴുന്നേറ്റാൽ, നീ അവനോട് ഫൈറ്റ് ചെയ്താൽ, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്താൽ, ഉപവാസം കൊണ്ട് യുദ്ധം ചെയ്താൽ, പ്രാർത്ഥന കൊണ്ട് യുദ്ധം ചെയ്താൽ അവൻ തോക്കുകയും ചെയ്യും, നീ ബലപ്പെടുകയും ചെയ്യും. ഒരാമയും വരുന്നില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഹന്നായെ, നിനക്കൊരു പോരാട്ടം വീട്ടിൽ വന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ പെനീനയുടെ മുമ്പിൽ ബലപ്പെടുത്താനാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, വീട് വിട്ട് പോകണ്ട, നാട് വിട്ട് പോകണ്ട. യുദ്ധം ചെയ്യും തോറും, വെല്ലുവിളികളെ ഫേസ് ചെയ്യും തോറും ബലം ഇങ്ങനെ വർദ്ധിക്കുക, ബലം വർദ്ധിക്കുക. ഓ ഹല്ലേലൂയ. ചില എതിരാളി വന്നോണ്ടാ അർദ്ധരാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങിയത്. മിണ്ടുന്നില്ല. ചില പോരാട്ടം വരുന്നതിന് മുമ്പേ നീ രാത്രി 2 മണി കണ്ടിട്ടില്ല. പോരാട്ടം വന്നേ പിന്നെ രാത്രി 2 മണി എന്നും കാണും. 2 മണിയായി പ്രാർത്ഥിക്കണം. കണ്ടോ? അപ്പം നിന്റെ ബലം കുറയുവല്ല, നിന്റെ ബലം. 5 പൈസ കടവില്ലായിരുന്നു, അങ്ങോട്ട് കിടക്കുന്നതേ അറിയായിരുന്നു. നേരം വെളുത്ത് അമ്മ വിളിച്ചാലും അപ്പം വിളിച്ചാലും എഴുന്നേക്കത്തില്ലായിരുന്നു. എൻ്റെ ബ്രദറെ, ഇപ്പോൾ ഉറക്കം വരുന്നില്ല. 2 മണിയാകുമ്പോഴേ മുട്ടയിലങ്ങ് നിന്നു. ബലം കൂടാനാ. വേണ്ട, മിണ്ടുന്നില്ല. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. 1-2 വല്ല ദീർഘകാലം, ലോങ് ടൈം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിയും, ഓരോ യുദ്ധത്തിലും ബലം ദാവീദിന്റെ ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകണമെങ്കിലേ 89-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 89-ാം സങ്കീർത്തനം
അപ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. പദമൊക്കെ കണ്ടോ? ദാവീദ് ദൈവത്തെ കണ്ടെത്തിയെന്നല്ല, ദൈവം ദാവീദിനെ കണ്ടെത്തി. ഞാനൊരു ദൂതൂടെ പറയാം. തമ്പുരാൻ ചിലരെ നോട്ടമിട്ട അവനെയും കൊണ്ടേ പോവും. മോശ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് എനിക്ക് സാബു എന്ന് പറയാൻ പറ്റത്തില്ല, സാ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. മാത്യു എന്ന് പറയാൻ പറ്റത്തില്ല, വേറെ വല്ലതൊക്കെ പറഞ്ഞു കളി. ഞാൻ വിക്കനാ. കർത്താവ് പറഞ്ഞു, നിന്റെ വിക്ക് എനിക്ക് ഇഷ്ടാ, നിന്നെ തന്നെ മതി. കണ്ടോ, മിണ്ടുന്നില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിക്കുക. മോശ ദൈവത്തെ കണ്ടെത്തിയതല്ല, ദൈവം മോശയെ കണ്ടെത്തിയതാ. ഒരാമയും വരുന്നില്ല. കാളെപ്പൂട്ടുന്നതിനകത്ത് ഉസ്താദ് ഒരു പുള്ളി ഉണ്ടായിരുന്നു, എലിശ എന്ന പേര്. തമ്പുരാൻ അവനെ നോട്ടം വിട്ട് ചേലിയാവിനോട് പറഞ്ഞു, വേണ്ട ഒരുത്തൻ കാളെപ്പെടുന്നുണ്ട്, പുതപ്പിട്ടച്ച് പോരാൻ പറഞ്ഞു. അവനെ കൊള്ളാം. അങ്ങനെ നീ കണ്ടെത്തിയതല്ല, നിന്നെ ദൈവം കണ്ടെത്തിയതാ. ഇന്ന് ചിലതിൻ്റെ മുമ്പിൽ നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ കണ്ടെത്തിയത് കൊണ്ടാണ്. നിന്നിലൂടെ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. വീണ്ടും ഞാൻ ആ പദം പറയാം, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോവാ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ കൈ അവന്റെ കൂടെ ദൈവം പോയില്ല, എൻ്റെ കൈ അവന്റെ കൂടെ സ്ഥിരമായി. അഭിഷേകം പ്രാപിച്ചവരൊക്കെ ഇതിനൊരു ആമീൻ പറയുന്നത് നല്ലതാ. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. 1 യോഹന്നാന്റെ ലേഖനം വായിക്കേണ്ട. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ ഇരിക്കൊണ്ട് നമ്മളെ ആരും ഉപദേശിക്കട്ടെ, അഭിഷേകം തന്നെ സകലത് ഉപദേശിക്കും. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, അഭിഷേകം ചെയ്തച്ച് ദൈവം പോയില്ല, അവന്റെ കൈ നിന്റെ കൂടെ ഇരുന്നു. എത്ര പേര് ആമീൻ പറയും? എന്നിട്ട് അടുത്ത വാക്യം കൂടെ, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. കണ്ടോ, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. കണ്ടോ, നീ പലപ്പോഴും തളർന്നപ്പം നിന്നെ ബലപ്പെടുത്തിയത് ആ ഭുജവാ. പ്രവാചകനെ വിട്ട് രാത്രി സ്വപ്നത്തിൽ വചനം തന്ന് അരുളപ്പാട് തന്ന് നിന്നെ ദൈവം ബലപ്പെടുത്താൻ പോവാ. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. എൻ്റെ കൈ അവനോട് കൂടെ അവൻ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം എന്ത് ചെയ്യും? അവനെ ബലപ്പെടുത്തും. ഇനി ബൈബിളിന്റെ വെളിപ്പാടിലോട്ട് വരിക. സ്തോത്രം. ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ബലപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കത് കഴിയും, പക്ഷെ നിങ്ങളിൽ ബലമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ പറയുന്നത് ഉച്ച കഴിഞ്ഞ് പോയി മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന ബലമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന ബലം നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ബലമാണ്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു. ചില ദൈവ പ്രവർത്തിക്കായി ചിലരെ ദൈവം ഇന്ന് ബലപ്പെടുത്താൻ പോകുകയാണ്. നിന്നെ കൊണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്യിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിന്നെ ദൈവം ബലപ്പെടുത്താൻ പോവുക. ചിലപക്ഷെ ഇന്നു വരെ ഇല്ലാത്തൊരു പ്രാർത്ഥനാ ജീവിതമായിരിക്കും നിനക്ക് തരുന്നത്. ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നീ ബലപ്പെടാൻ പോവുക.